3-4 ദിവസം മുൻപേ നമ്മൾ പറമ്പിൽ നിന്ന് മുള്ളാത്ത പൊട്ടിച്ചെടുത്തില്ലേ, അപ്പോൾ അത് പഴുത്തിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ അതൊന്ന് കഴുകി കട്ട് ചെയ്ത് കഴിച്ച് നോക്കാം ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. കഴിഞ്ഞ വർഷമൊക്കെ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഈ വർഷം കഴിച്ച് നോക്കിയപ്പോൾ മധുരമൊക്കെ ഉണ്ട്, അതിനനുസരിച്ച് പുളിയുണ്ട്. പുളിയും മധുരമൊക്കെ കലർന്ന ഒരു ടേസ്റ്റ്. ഇവിടെ പിന്നെ ജോയിച്ചേട്ടനും അച്ചൂസും ആമിക്കുട്ടിയും ഒന്നും ഇത് കഴിക്കില്ല. ഞാനും അമ്മയും അമ്മൂസാണ് കഴിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ കഴിച്ച് നോക്കിയപ്പോൾ അമ്മൂസിനോട് പറഞ്ഞു, കുറച്ച് പാലൊക്കെ ഒഴിച്ചിട്ട് ഇത് ജ്യൂസ് അടിച്ച് നോക്കിയാലോ, എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ വീട്ടിൽ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ സീഡ് ഉണ്ട് കേട്ടോ അതിന്. അപ്പോൾ നമ്മളിത് കഴിക്കാൻ കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. സീഡൊന്നും അവരുടെ തൊണ്ടയിൽ കുടുങ്ങാതെയൊക്കെ നോക്കണം കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള സീഡ് തന്നെയാണ്. ആത്തച്ചക്കയുടെ ഒരു വർഗ്ഗത്തിലൊക്കെ പെട്ടത് തന്നെയാണല്ലോ ഇതും. അപ്പോൾ ആത്തച്ചക്കയുടെ സീഡ് പോലെ തന്നെ അത്രയ്ക്കും നല്ല വലിയ വലിപ്പത്തിലുള്ള ബ്ലാക്ക് കളറിലുള്ള സീഡുകൾ ഇതിനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കട്ട് ചെയ്ത ചക്ക മുള്ളാത്ത കുറച്ച് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കുറ്റം പറയാനൊന്നും പറ്റാത്തത്ര അത്യാവശ്യത്തിന് മധുരം പുളിയും എല്ലാം ചേർന്നൊരു ടേസ്റ്റ്. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണം എന്നില്ല. ഇവിടെ അമ്മൂനും എനിക്കും അമ്മയ്ക്കൊക്കെ ടേസ്റ്റ് പിടിക്കും ഇതിൻ്റെ. ഇന്ന് രാവിലെ കുറേ പണികളുള്ള കാരണം തന്നെ ഒന്ന് ഫ്രഷ് ആവാൻ നേരം വൈകി. പിന്നെ നമ്മുടെ ദൃശ്യം 3 ഒക്കെ ഇറങ്ങിയല്ലോ. അപ്പോൾ ഞാൻ ദൃശ്യം ഓരോ പണികളെടുക്കുമ്പോൾ ടി വിയിൽ എന്തെങ്കിലും കാണാനോ സിനിമ ഇന്ന് ഇട്ടത് ദൃശ്യത്തിൻ്റെ ഒരു ഓർമ്മ പുതുക്കലിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ദൃശ്യം ഇറങ്ങിയ കാരണം അതിൻ്റെ സെക്കൻഡ് പാർട്ടൊന്ന് കണ്ടു എന്ന് മാത്രം, ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പല സമയങ്ങളിലും പോസ് ചെയ്ത് വയ്ക്കും. ഞാൻ വേറെ ലിവിങ് റൂമിൽ നിന്ന് വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ ഓരോ പണികളൊക്കെ ചെയ്ത് പോകുമ്പോൾ ഒന്ന് പോസ് ചെയ്ത് വയ്ക്കും, പിന്നെ വന്ന് വീണ്ടും കാണും. അങ്ങനെ ഇപ്പോൾ ഒരു 4 മണിയായിട്ടുണ്ട് അത് കണ്ട് തീർന്നപ്പോൾ കേട്ടോ. രാവിലെ ഇട്ടതാണ്. ഈ പോസ് ചെയ്ത് ഈ നേരം ആയി അതൊന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ. എന്നാലും ഒരു എന്തോ പോലെ ഇങ്ങനെ മർഡർ മൂവിയും ഇങ്ങനെ ഓരോ അങ്ങനത്തെ മൂവികളൊക്കെ കാണുമ്പോഴേ കുറച്ച് നേരത്തേക്ക് സംഭവം രസമൊക്കെ ആണെങ്കിലും ആ ഒരു ഹാങ് ഓവർ വിട്ടുമാറാൻ കുറച്ച് സമയം എടുക്കും എനിക്ക്. അപ്പോൾ അതേ എല്ലാവരുടെയും ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് കുറേ പണികൾ കഴിഞ്ഞു കേട്ടോ. ഉച്ചതിരിഞ്ഞാണ് പാല് കൊണ്ടുവരുന്നത്. അപ്പോൾ പാലെടുത്തിട്ട് കുപ്പി കഴുകി അതിൽ വെള്ളം നിറച്ച് വയ്ക്കും. ആ വെള്ളം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും ഇങ്ങനെ.